السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറത്തുൽ ബലദ് നാട്, അതായത് മക്കയെക്കുറിച്ചാണ് ഇവിടെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. നിർഭയമായ നാട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട്, നിർഭയമായ ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, നീയും ഈ നാട്ടുകാരനാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നീ ഈ നാട്ടുകാരൻ തന്നെയാണല്ലോ. വവാലിദിൻ വമാ വലദ്, ജനിക്കുന്ന ജനയിതാവ്, അതായത് പിതാവിനെ കൊണ്ടും വമാ വലദ്, മകനെ കൊണ്ടും സത്യം ചെയ്യുന്നു. അപ്പം നാട്, നാട്ടുകാരൻ, ആ ജനിച്ച പിതാവ്, ജനിപ്പിച്ച പിതാവ്, മകൻ, ഇതെല്ലാം പിടിച്ച് മൂന്ന് കാര്യങ്ങളെ ചേർത്ത് സത്യം ചെയ്തിട്ട് പറയാണ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, ഈ മനുഷ്യൻ, എല്ലാ മനുഷ്യന്മാരെയും വളരെ പ്രയാസത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ജീവജാലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പശു ആവട്ടെ, മറ്റു മിക്ക ജീവികളും ജനിച്ച ഉടനെ എണീറ്റ് ഓടുന്ന സംവിധാനങ്ങളുണ്ട്, നടക്കാൻ പറ്റുന്നവരുണ്ട്, അല്ലെ? വളരെ ചെറിയ സമയം അവർക്ക് ആവശ്യമുള്ളൂ. പക്ഷെ മനുഷ്യൻ ഒന്നോ രണ്ടോ വർഷത്തോളം ഇങ്ങനെ മറ്റുള്ള പരസഹായം, നമ്മൾ വളരെ ഇങ്ങനെ കിടന്ന് കരയാൻ മാത്രം പറ്റുന്ന ദുർബലതയിലാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ ശരീരമാവട്ടെ എല്ലാം ജനിച്ച ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, എന്നിട്ടോ അവന് വലിയ വമ്പനായി. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ഏറ്റവും പ്രയാസത്തിലാണ് സൃഷ്ടിച്ചെങ്കിലും വളർന്ന് വലുതായി നോക്കുമ്പോൾ അവൻ വലിയ, തൻ്റെ മേലെ ആരും അധികാരമില്ലാത്ത വിധം, എൻ്റെ മേലെ ആരും നോക്കാനൊന്നുമില്ല, ഞാൻ എല്ലാറ്റിനും പോന്നവനാണ് എന്നുള്ളൊരു ധിക്കാരത്തിലേക്ക് വളരുന്നു. എന്നിട്ട് പറയുന്നു, യഖൂല അഹ്ലക്തു മാലൻ ലുബദ, ഞാൻ അവിടെ ഇത്ര ലക്ഷം, ഇത്ര കോടികൾ, ഞാൻ അത്ര ഇറക്കി, ഇത്ര പൈസ, പണത്തിൻ്റെ ഡംബ്, പണത്തിൻ്റെ അഹങ്കാരം, ആ ലുബ്ദ് അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവന് വല്ലാത്തൊരു അഹങ്കാരിയായി, സമ്പത്താണ് അവൻ അഹങ്കാരിയാക്കി മാറ്റുന്നത്. അയഹ്സബു അല്ലൻ യറഹു അഹദ്, തന്നെ ആരും കണ്ടില്ല എന്നാണ് എൻ്റെ വിചാരം. അവനെങ്ങനെയൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചു എന്നുള്ള കാര്യം അള്ളാഹുവിന് കൃത്യമായ ബോധ്യമുണ്ട് എന്നതിൻ്റെ മറുവശം. അലം നജഅൽ ലഹു ഐനൈൻ, അവന് രണ്ട് കണ്ണ് കൊടുത്തില്ലേ? അവൻ എന്നിട്ട് കാണേണ്ടത് കണ്ടില്ലല്ലോ. കണ്ണുകൊണ്ടവൻ കാണുന്നുണ്ട്, കാണേണ്ടത് കണ്ടിട്ടില്ലല്ലോ. വലിസാനം വശഫത്തൈൻ, അവൻ്റെ നാവ് അവൻ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അവൻ ചോദിച്ച് മനസ്സിലാക്കിയില്ലല്ലോ. ഈ നാവും ചുണ്ടും, സംസാരത്തിന് ഉമ്മ എന്ന് പറയാൻ നമുക്ക് ചുണ്ട് വേണമല്ലോ. സംസാരത്തിലേക്ക് വരണമെങ്കിൽ ചുണ്ടും വേണം, നാവും വേണം, എന്നാലേ നമുക്ക് ഒരു കാര്യം ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വഹദൈനാഹുന്നജൻ, അതുപോലെ രണ്ട് വഴിയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, തെറ്റായ വഴിയുണ്ട്. അപ്പോൾ അവനീ സമ്പാദ്യം ഉണ്ടാക്കി തൊലച്ചു കഴിഞ്ഞു എന്ന് പറയുന്നത്, അവനുണ്ടാക്കിയ സമ്പാദ്യത്തിൽ എത്ര ഹലാലുണ്ട് ഹറാമുണ്ട് അള്ളാഹുവിന് കൃത്യമായ ബോധ്യമുണ്ട്. വലിസാനം വശഫത്തൈൻ വഹദൈനാഹുൻ്റെ, അപ്പം രണ്ട് വഴിയുണ്ട്. നേരെ വഴിക്ക് സമ്പാദിക്കുക, തെറ്റായ വഴിയിലൂടെയും സമ്പാദിക്കുക. പക്ഷേ ശരിയായ വഴി, സിറാത്തുൽ മുസ്തഖീമായ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ള സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ടുള്ള പാതയാണ് സ്വർഗത്തിലേക്കുള്ളത്. നരകം വളരെ ഈസിയാണ്, സ്വർഗത്തിലേക്കുള്ള പാത ബുദ്ധിമുട്ടാണ്. ഫലഖ്തഹമൽ അഖബ, അവൻ അഖബ ചെയ്യാൻ, അവൻ ഈ അഖബ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഓഫ് റോഡ് ഉണ്ടല്ലോ, മലമ്പാതകൾ, വലിയ ബുദ്ധിമുട്ടുള്ള പാത, ആ പാത അവൻ എന്തുകൊണ്ട് കടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ണും ചോദിച്ചറിയാനൊക്കെ പറ്റും. ആ പാത കടന്നവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ, അവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനും അള്ളാഹിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് സ്വർഗപ്രവേശനം സാധ്യമാവുള്ളൂ. അഖബ കടക്കണം. എന്താ അഖബ? വമാ അദ്റാകമൽ അഖബ, അഖബ എന്താണെന്നറിയോ? ഫക്കു റഖബ, ഒരാളുടെ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കലാണ്. ഒരാളുടെ വല്ലാത്തൊരു ജീവിതത്തിലുണ്ടായ മരണം വരെ മുന്നിൽ കണ്ട് വല്ലാതെ പ്രയാസപ്പെട്ട ഒരാളുടെ പ്രയാസം, ഇത് സാമ്പത്തികമാകട്ടെ മറ്റു മാനസിക വെല്ലുവിളികളാവട്ടെ എന്താവട്ടെ, അത് നമ്മൾ പരിഹരിച്ചു കൊടുക്കലാണ്. അല്ലെങ്കിൽ താം, ഭക്ഷണം കൊടുക്കുക, പട്ടിണിക്കാരന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ യതീമൻ മഖറബ, ഒരു യതീമിനെ സഹായിക്കുക.
യത്തീമിന് അതും അക്രബ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള യത്തീം എന്നാ. അനാഥത്വം രണ്ട് രീതിയിലുണ്ട് കേട്ടോ. മാതാപിതാക്കളില്ലാത്തത് മാത്രമല്ല, അല്ലാതെ അനാഥം. അപ്പം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ഈ സ്പൈനൽ കോഡ്, അതായത് നട്ടെല്ല് പൊട്ടി കിടക്കുന്ന രോഗിയായിട്ടുള്ള ഒരു പിതാവിൻ്റെ മകൻ അനാഥത്വം പേറുന്ന കുട്ടിയാണ്. ആ മോനെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ, അവിടെ പോയിട്ട് സഹായിക്കാൻ, എന്തെങ്കിലുമൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ അത് ചോദിച്ചറിയണം, നമ്മൾ അറിയണം. മിസ്കീൻ എന്ന മെത്രബ, അല്ലെങ്കിൽ മിസ്കീൻ ഗതിയില്ലാത്ത ആളുകളെ. അപ്പോൾ ഈ ഒരു കാര്യം 1, 2, 3, 4 കാര്യങ്ങളോട് പറഞ്ഞു. ഫക്കുറക്ക, ഒരാളുടെ ഒരു പ്രയാസം പരിഹരിക്കലാണ്. കടമായി ജപ്തിയായി വീട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആയിട്ട് ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ, അയാളുടെ പ്രയാസം ഒരാൾക്ക് മാറ്റാൻ സാധിച്ചാൽ അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ, അള്ളാഹു പരലോകത്ത് അയാളുടെ ഒരു വിഷമം അള്ളാഹ് മാറ്റുന്നതാണ്. അള്ളാഹു ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ്റെ പ്രയാസം നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ആ മനുഷ്യൻ ജീവിതം മരിക്കുന്നവരെ നന്ദി ഉണ്ടാവും. ആ മനുഷ്യൻ്റെ ദുആ മാത്രം മതി നമുക്ക്, വേറൊന്നും വേണ്ട. ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. യത്തീമിനെ ഗതി, അനാഥനെ സംരക്ഷിക്കുക. മിസ്കീൻ എന്താ മാത്രം. ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങളെയും ഈ കണ്ണും നാവുമായിട്ട് ബന്ധപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പം കണ്ണുകൊണ്ട് നമ്മൾ കണ്ടറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൻ്റെ റിവായത്തിൽ ഈ ഒരു വിഷയം പരലോകത്ത് അള്ളാഹ് പറയുക അത്രേ, ഞാൻ വിശന്നു, എനിക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ എന്ന് വെച്ചാൽ ഒരു തരം ഡയറക്റ്റ് മീനിങ് അല്ല, അള്ളാഹുവിന് വിശക്കുക എന്നുള്ളതല്ല. എന്ന് വെച്ചാൽ നാട്ടിലുള്ള തൻ്റെ അയൽവാസികളോ നാട്ടുകാരോ അടുത്ത ബന്ധുക്കളോ, ഇപ്പോൾ പണ്ടത്തെ അവസ്ഥയല്ല, ചിലപ്പം വലിയ വീടൊക്കെ ഉണ്ടാവും, പക്ഷേ അരി വാങ്ങാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ അറിയണം, ചോദിച്ച് മനസ്സിലാക്കണം, വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ. ആളുകളെ കാണുമ്പോൾ സംസാരത്തിലൊക്കെ അതിങ്ങനെ നമ്മൾ ചോദിക്കണം. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അർഹരായ ആളുകളെ കണ്ടെത്തി സഹായിക്കുക എന്നുള്ളത് വിശ്വാസപരമായ ബാധ്യതയാണ്. ഇതാണ് 1ാം സ്ഥാനം. കുറേ ആയിട്ട് നിസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമേ, നിസ്കാരം കൊണ്ട് നിസ്കാരം ആളുകൾ മുഴുവൻ വക്തും പള്ളിയിൽ വന്ന് ഒരു സുന്നത്ത് വിടാതെ കാലിൻ്റെ മടമ്പൊക്കെ, അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത് കേട്ടോ, കാലിൻ്റെ മടമ്പൊക്കെ വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കൈ കെട്ടുന്നതിൻ്റെ മുമ്പ് പിന്നെയും നോക്കണ എന്തുമാത്രം സൂക്ഷ്മതയാണ് ആ കാലിൻ്റെ മടമ്പ് വെക്കുന്നതിൻ്റെ സൂക്ഷ്മതയുടെ 1000-1 തൊട്ട അയൽവാസിയുടെ വീട്ടിലൊന്ന് കയറി ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ. അതാണ് വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പ്രിയമുള്ളവരെ നമ്മളോട് പറയുന്നത്. നമ്മളത് അറിയണം, നമ്മൾ അന്വേഷിക്കണം. നമ്മൾ ആളുകളെ കണ്ട് വെറുതെ കുറേ തമാശ പറഞ്ഞ് കുറേ സംഭവങ്ങളാണല്ലോ, 2 ആൾ കൂടിയ സാധാരണക്കാർ കൂടിയ കുറേ സംഭവങ്ങൾ പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവ കഥകൾ, അവിടെ അതുണ്ടായി ഇതുണ്ടായതെന്ന് പറയുന്ന കൂട്ടത്തിൽ കുടുംബവിശേഷങ്ങളും വ്യക്തിവിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒരാളുടെ വിഷമത്തെ ഒന്ന് വാക്കുകൊണ്ടെങ്കിലും ആശ്വസിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. മിനല്ലദീന, അടുത്ത തന്നെ പറയുന്നത്, മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. എല്ലാവരും പൈസ ഉള്ളവരല്ലല്ലോ ദുനിയാവിൽ. പൈസ ഇല്ലാത്തവർ സബറുകൊണ്ടും, ക്ഷമ വലിയ കാര്യമാണ്, സബറും കൊണ്ടും, തവാസൗ ബിസ്സബ്രി വതവാസൗ റഹ്മത്ത് കൊണ്ടും, കാരുണ്യം കൊണ്ടും പരസ്പരം ഉത്ബോധിപ്പിക്കാൻ. അതന്നെ അപ്പോൾ നമ്മൾ ചെയ്യണത്. ഈ സംസാരവും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ആ ഒരു ഉപദേശവും ഉത്ബോധനമൊക്കെ, നിങ്ങൾക്കിപ്പോൾ പൈസ തരാൻ വകുപ്പില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഈ സംസാരവും വലിയ മാറ്റം ഉണ്ടാക്കും. അപ്പം സബർ എന്നുള്ളത്, ക്ഷമിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാർ എടുക്കണം, നമുക്ക് നല്ല സുഖമാണ്, നേരെ ചെല്ലുക, ബാങ്ക് ലോൺ അവൈലബിൾ ആണ്, 10 ലക്ഷം 20 ലക്ഷം ഓലെന്താ അപ്പം തന്നെ ഒരു ഒപ്പിട്ട് കൊടുത്താൽ നമുക്ക് കാർ എടുത്ത് ഇങ്ങോട്ട് പോരാ. എന്ത് സൗകര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ലേ. പക്ഷേ ക്ഷമിക്കുക, മനസ്സ് വരില്ല. ഒരു 30 കൊല്ലം ആകെ നമുക്ക് കാർ എടുത്താൽ ഓടിക്കാൻ കഴിയുള്ളൂ. ആ 30 കൊല്ലം ഇനി കാർ എടുത്തിട്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മളങ്ങ് മുന്നോട്ട് പോവുക എന്നൊരു നിലപാടല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹ് ബർക്കത്ത് ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ അതൊക്കെ വാങ്ങും. നമുക്കൊക്കെ ഒരാളുടെ ഐശ്വര്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഒരു വാഹനം എന്നുള്ളത്. നല്ലൊരു വാഹനം, യാത്ര ചെയ്യാനൊരു വാഹനം, നല്ലൊരു വീട്, നല്ലൊരു ഭാര്യ, 3 ഐശ്വര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതാണ്. പക്ഷെ സബർ വേണം. ഇങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ അള്ളാഹു
നമ്മൾക്കറിയാത്ത, നമ്മളൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത വഴികളിലൂടെ അള്ളാഹു ഇൻഷാ അള്ളാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും. നമ്മൾ സബറുള്ളവരായിരിക്കണം. ഉലൈക അസ്ഹാബുൽ മൈമന, അങ്ങനെയുള്ള ആളുകളാണ് വലതുപക്ഷക്കാർ. വല്ലദീന കഫറൂ ബി ആയാതിനാഹും അസ്ഹാബുൽ മശഅമ. ഇനി ആരാണോ ഇതൊക്കെ വ്യക്തമായിട്ട് കണ്ണൊക്കെ കിട്ടിയിട്ടും നാവുണ്ടായിട്ട് ഇതൊന്നും ചെയ്യാതെ, അഗതികൾക്ക് അന്നം കൊടുക്കാതെ, അഗതികളെ സംരക്ഷിക്കാതെ, യതീമിനെ സംരക്ഷിക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അവൻ്റെ കാര്യം നോക്കട്ടെ എന്ന് വിചാരിച്ച് സ്വന്തം കാര്യം സിന്ദാബാ എന്ന് പറഞ്ഞ് സ്വന്തം കാര്യവും നോക്കി ജീവിച്ച ആളുകളുണ്ടല്ലോ, വല്ലദീന കഫറു, അവർ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കാഫിർ നിഷേധിക്കുകയാണ്. അസ്ഹാബുൽ മശമ, അവരാണ് ഇടതുപക്ഷക്കാർ. ഇടതുപക്ഷം വലതുപക്ഷം ഇതിൽ പറയുന്നത്. അസ്ഹാബുൽ മൈമന പറയുന്നുണ്ട്, അസ്ഹാബുൽ മശമ, അത് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള നല്ല ആളുകൾ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ചീത്ത ആളുകൾ. അലൈഹിം നാർ മൂസദ, അവർക്ക് അടച്ചു മൂടപ്പെട്ട നരകമുണ്ട് എന്ന് ഈ സൂറത്തിലൂടെ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ ഉള്ള, ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം, നമ്മുടെ നാട്, കുടുംബം, ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, അവർക്കൊക്കെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസം കൂടെ ഏറ്റെടുത്ത് നമ്മളാലാകുന്ന രീതിയിൽ നമ്മളത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തൽ വിശ്വാസപരമായ നമ്മുടെ ബാധ്യതയാണ്. അതിന് ജാതി മതമൊന്നുമില്ല കേട്ടോ. മനുഷ്യരുടെ വിഷമങ്ങളെല്ലാം ഏറ്റെടുത്ത്, അത് യത്തീം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽപ്പെട്ട യത്തീം എന്നോ, അല്ലെ അഗതി എന്ന് പറഞ്ഞാൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽപ്പെട്ട അഗതി, അങ്ങനെയൊന്നുമില്ല. മനുഷ്യരാണോ അവരെ ഫക്കുറൊക്കെ പറയുമ്പോൾ അത് ഹിന്ദു ആവട്ടെ ക്രൈസ്തവനാവട്ടെ, നമ്മൾ പോയിട്ട് നമ്മളാലാകുന്ന രീതിയിൽ സഹായിക്കുന്നത് ആമനു ആമിലു സ്വാലിയാത്ത്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മിൽ ഈ സൂറത്തിൽ വലതിലൂടെ നമ്മളെ വീണ്ടും ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹു അത്തരം മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിയാനും ചോദിച്ചറിയാനും നോക്കി മനസ്സിലാക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു നമ്മളാലാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.